ഹായ് ഹലോ വെൽക്കം ഓൾ ടു നിഷാസ് ഓൺലൈൻ അക്കാഡമി. നമ്മൾ ഇന്ന് ഒരു പുതിയ പ്ലേലിസ്റ്റിൽ നമ്മൾ പോവാണ്. സോ ടോക്കിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ കുറേ കുട്ടികൾക്ക് വിഷമമുള്ള ഒരു ഏരിയയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, സോ പ്രോബബിലിറ്റിയുടെ അതിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ റൂൾസ്, പ്രോപ്പർട്ടീസ്, അതേപോലെ തന്നെ അഡീഷൻ തിയറം, മൾട്ടിപ്ലിക്കേഷൻ തിയറം, ബേസ് തിയറം, ഇതിനെ കോൺസെൻട്രേറ്റ്. അപ്പോൾ ഇത് കുറേ പേർക്ക് എവിടെയൊക്കെയോ ഏതൊക്കെയോ സെമസ്റ്റേഴ്സിൽ വരുന്നുണ്ട്. സോ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ളൊരു പ്ലേലിസ്റ്റിൽ പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഏരിയയിലാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ടീം ഓഫ് സ്റ്റുഡൻസിന് സെക്കൻഡ് സെമസ്റ്ററിലത്തെ വരുന്ന ഒരു BBA വരുന്നുണ്ട് തോന്നുന്നു. ബിസിനസ് അനലറ്റിക്സ് എന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ BBA ബിസിനസ് അനലറ്റിക്സ് എന്ന് പറയുന്ന ഇതിൽ വരുന്നുണ്ട്, പ്രോബബിലിറ്റി വരുന്നുണ്ട്. ഇനിയും വരും. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് തവണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് അതിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഈ വീഡിയോ. സോ മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ, ബെൽ ബട്ടനും അമർത്തണം. എന്നാൽ മാത്രം ഒറ്റൊരു വീഡിയോയിലായിരിക്കില്ല ഈ പ്രോബബിലിറ്റി ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തണം. ഓക്കെ, സോ ഐ വിൽ സ്റ്റാർട്ട്. പ്രോബബിലിറ്റി നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ നമ്മൾ ഈ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ നാളെ ചൂട് ഭയങ്കര കൂടുമോ, ഇന്നത്തേക്കാൾ കൂടുമോ, അപ്പോൾ നമ്മൾ പറയണ അതൊരു എന്തായാലും ഉറപ്പാണ്, 90% ഉറപ്പാണ്, നാളെ എന്തായാലും ഇതിനേക്കാൾ ചൂടുണ്ടാവും എന്ന് നമ്മൾ പറയാണ് വിചാരിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ലൈക്ലിഹുഡ്, ചാൻസ്, മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഞാൻ എക്സാം പാസ്സാവാനുള്ള സാധ്യത ഇത്രയാണ്, എനിക്ക് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഇത് പൈസ കിട്ടാനുള്ള പ്രോബബിലിറ്റി കുറേ കാലങ്ങളായിട്ട് ലോട്ടറി എടുക്കുന്നുണ്ട്, ഇടയ്ക്ക് കിട്ടുന്നുണ്ട്, ഇടയ്ക്ക് കിട്ടുന്നില്ല. സോ കിട്ടാനുള്ള പ്രോബബിലിറ്റി, കിട്ടാനുള്ള ചാൻസ് എത്രയുണ്ട്? സോ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ചാൻസ് എന്നുള്ളതാണ്. സോ ഇത് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്നുള്ളതാണ്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ എപ്പോഴും പ്രോബബിലിറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ട 3 കാര്യങ്ങൾ, എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ കോയിൻ ടോസ് ഉണ്ടാവും, ഡൈസ്, നമ്മൾ 6, 1, 2, 3, 6 വരെയുള്ള ഡൈസ്, അതേപോലെ കാർഡ്, ഇത് 3ഉം വെച്ചിട്ടുള്ള ഇത്, അതേപോലെ തന്നെ ബോളുകൾ, റെഡ് ബോൾ, ബ്ലൂ ബോൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. സോ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് കൂടുതലും നമുക്ക് സൊല്യൂഷനിൽ പ്രോബ്ലം ചെയ്യാനായിട്ട് വരിക എന്നുള്ളതൊക്കെയാണ്. സോ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോബ്ലം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഫോർമുല ഏതാണോ ആ ഫോർമുലയിലേക്ക് നമുക്ക് വരാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ കമ്മിങ് ടു ദി ഏരിയ. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കാൻ എന്താ ഉള്ളത് എന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റിയുടെ ബേസിക് റൂൾസ് എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഇതിൽ നമ്മൾ എന്താണ് പഠിച്ചു വെക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എക്സാമ്പിൾ എടുക്കാം. ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യാണ്. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഹെഡ് വീഴാം, അതല്ലെങ്കിൽ നമുക്ക് എന്താവാം? ടെയിലാവാം വീഴാൻ സാധ്യത. സോ ഈ രണ്ട്, അപ്പോൾ ഒന്നെങ്കിൽ ഹെഡ് വീഴും, ഒരിക്കലും ടെയിൽ വീഴില്ല. അല്ലെങ്കിൽ ടെയിൽ വീണ് കഴിഞ്ഞാൽ ഏത് വരില്ല? ഹെഡ് വീഴുന്നില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ഇങ്ങനെ വന്ന് നിൽക്കില്ലേ എന്നുള്ളതാണ്. അതൊക്കെ റെയറസ്റ്റ് ഓഫ് ദി റെയർ എന്നുള്ളതാണ്. ഓക്കെ, സോ ഐദർ ഹെഡ് ഓർ ടെയിൽ എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഈവൻറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ് എന്നാണ് അതിനെ പറയുക. നിങ്ങൾ പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യനൊക്കെ പറയണ സമയത്ത് നമ്മൾ പറയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഒരു ഇത് നടന്നപ്പോൾ, ഒരു ട്രാൻസാക്ഷൻ നടന്നപ്പോൾ ഒന്ന് സംഭവിച്ചാൽ മറ്റൊന്ന് സംഭവിക്കില്ല എന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസിനെയാണ്, ആ പാറ്റേൺ ഓഫ് വർക്കിനെയാണ് നമ്മൾ പറയുക മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ് എന്നാണ് നമ്മളതിനെ പറയുക എന്നുള്ളതാണ്. ഓക്കെ,
നമുക്കറിയാം ഒന്നെങ്കിൽ ഹെഡ് വീഴും അല്ലെങ്കിൽ ടെയിൽ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്. എത്രയാണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്? പ്രോബബിലിറ്റിയുടെ ഫോർമുലയിൽ നമ്മൾ പഠിക്കേണ്ട ഫോർമുലയുണ്ട്. എന്താണ് പ്രോബബിലിറ്റിയുടെ ഫോർമുല? പോസിബിലിറ്റി ഓഫ് സാറ്റിസ്ഫൈയിങ് divided by total possibility. എന്താണ് പോസിബിലിറ്റി ഓഫ് സാറ്റിസ്ഫൈയിങ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഹെഡ് വീഴാനുള്ള പോസിബിലിറ്റി എത്രയുണ്ട്. ഇതിൽ ഒരു കോയിന് ഒരു ഹെഡ് അല്ലേ ഉള്ളൂ. അപ്പോൾ പോസിബിലിറ്റി എത്രയുള്ളൂ? 1 ഉള്ളൂ. പക്ഷെ ടോട്ടൽ പോസിബിലിറ്റി എന്താ? ഹെഡും വീഴാം ടെയിലും വീഴാം. അപ്പോൾ ടോട്ടൽ പോസിബിലിറ്റി എത്രയാ? 2. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്. പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിലും എന്തുതന്നെയാണ്? 1/2 ആണ്. സോ ഇങ്ങനെയാണ്. അപ്പോൾ പ്രോബബിലിറ്റിയുടെ ഫോർമുല എന്താണ്? എത്രയാണ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കോ അതും ടോട്ടൽ പോസിബിലിറ്റിയും ആയിട്ടാണ് ഡിനോമിനേറ്ററിലേക്ക് വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബോക്സ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ആ ബോക്സിൽ നമ്മൾ പറയാണ് കുറച്ച് യെല്ലോ സ്റ്റിക്സ് ഉണ്ട് വിചാരിച്ചോളൂ. അതേപോലെ തന്നെ കുറച്ച് ഗ്രീൻ സ്റ്റിക്സും ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നമ്മളോട്, അപ്പോൾ ഇതിൽ യെല്ലോ സ്റ്റിക്സും ഉണ്ട് ഗ്രീൻ സ്റ്റിക്സും ഉണ്ട്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെല്ലോ സ്റ്റിക്സ്? യെല്ലോ സ്റ്റിക്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? നിങ്ങൾ എന്നെ പറയൂ. ഇതിൽ എത്ര എത്ര യെല്ലോ സ്റ്റിക്സ് ഇതിലുണ്ട്? 4 യെല്ലോ സ്റ്റിക്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ന്യൂമറേറ്റർ എത്രയാണ്? 4 എണ്ണം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക്. ടോട്ടൽ എത്ര സ്റ്റിക്സ് അതിലുണ്ട്? 8 എണ്ണം ഉണ്ട് അല്ലേ? ഈ 4 എണ്ണവും പ്ലസ് 7 എണ്ണം ഉണ്ട്. അപ്പോൾ എത്രയാണ്? 4/7. അപ്പോൾ യെല്ലോ സ്റ്റിക്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 4/7 എന്നുള്ളതാണ്. അപ്പോൾ യെല്ലോ സ്റ്റിക്ക് ഗ്രീൻ സ്റ്റിക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റിയോ? ഗ്രീൻ സ്റ്റിക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? നിങ്ങൾ എന്നെ പറയൂ. എത്ര ഗ്രീൻ സ്റ്റിക്സ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ടോട്ടൽ എത്ര സ്റ്റിക്സ് ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അപ്പോൾ എത്രയാണ് ടോട്ടൽ? 3/7 ആണ് നമ്മുടെ ടോട്ടൽ എന്ന് വരുന്നത്. ഓക്കെ, ആരോ മാർക്കല്ലേ, ഡിവിഷൻ ആണ്. ക്ലിയർ ആണോ? 3/7. അപ്പോൾ നമ്മൾ നോക്കി നോക്കാം ചില ഈവൻറ്റുകൾ എന്താ എന്നൊക്കെ. നമുക്ക് പ്രോബബിലിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സംഭവം that will not occur, an event will not, it will not, an event will not occur. ഇത് സംഭവിക്കില്ല വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബോക്സിൽ ഗ്രീനും ഉണ്ട് യെല്ലോ ഉണ്ട് അല്ലേ? നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, റെഡ് സ്റ്റിക്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് സ്റ്റിക്സ് കിട്ടുമോ? അതിൽ ആ ബോക്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഗ്രീനും യെല്ലോ മാത്രമേ ഉള്ളൂ. അതിൽ ഒരു കാരണവശാലും അതിൽ എന്ത് സ്റ്റിക്ക് കിട്ടില്ല? റെഡ് സ്റ്റിക്ക് കിട്ടില്ല. അപ്പോൾ എത്രയായിരിക്കും പ്രോബബിലിറ്റി? 0 ആയിരിക്കും. അപ്പോൾ ദ പ്രോബബിലിറ്റി ഓഫ് എൻ ഈവൻറ്റ് വിൽ നോട്ട് ഒക്കർ എന്താണ്? 0 ആയിരിക്കും. ഓക്കെ, ഇനി ഷുവർ ആണ്. ഈ ഒരു ബോക്സ് എടുത്തു. ആ ബോക്സിൽ നമ്മൾ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ കുറേ യെല്ലോ സ്റ്റിക്സ് ഉണ്ട്. ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെല്ലോ സ്റ്റിക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര എന്ന് ചോദിക്കും. ഇതിൽ ഏത് സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ? ഷുവർ ആണ്.
ഷുവർ ഈവന്റ് ആണ്. ഇതിൽ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആവും. വിൽ നോട്ട് എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി എന്താണ്? 0 ആണ്. ഇപ്പൊ ഇതിൽ യെല്ലോ സ്റ്റിക്ക് മാത്രമല്ലേ ഉള്ളൂ? 8/8 8 യെല്ലോ സ്റ്റിക്ക് ഉണ്ട്. ടോട്ടൽ എത്ര ഔട്ട്പുട്ട് ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അപ്പൊ ഇത്രയാണ് 1 ആണ്. അപ്പൊ ഷുവർ ഈവന്റിന്റെ പ്രോബബിലിറ്റി 1ഉം ഇറ്റ് വിൽ നോട്ട് ഒക്കർ എന്ന് പറഞ്ഞതിന്റെ പ്രോബബിലിറ്റി എന്താണ്? 0 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ വിൽ നോട്ട് ഒക്കർ ആകുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 0. വിൽ ഷുവർ ഇറ്റ് വിൽ ഒക്കർ ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ് അല്ലേ? അപ്പം നമ്മൾ പ്രോബബിലിറ്റിയുടെ റൂൾസ് ഒന്ന് നോക്കി വെക്കാം. വാട്ട് ആർ ദ റൂൾസ് ഓഫ് പ്രോബബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. പ്രോബബിലിറ്റിയുടെ റൂൾസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൂള്, പ്രോബബിലിറ്റി വിൽ ഫാൾ ഇൻ ബിറ്റ്വീൻ 0 and 1. പ്രോബബിലിറ്റിയുടെ ആൻസർ ഐദർ ഇറ്റ് വിൽ ബി 0, അതിൻ്റെ അപ്പുറം പോവില്ല, ആൻഡ് ഇറ്റ് വിൽ നോട്ട് ഗോ എബവ് 1. 0 ആവാം ഓർ 1. ഈ രണ്ടിൻ്റെയും ഗ്യാപ്പിലാണ് എന്തുണ്ടാവുള്ളൂ? പ്രോബബിലിറ്റി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഒന്നെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവാം അല്ലേ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താവാം? 0 ആവാം. ഇതാണ് ദ ഫസ്റ്റ് റൂൾ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് റൂൾ? പ്രോബബിലിറ്റി ഓഫ് എ ക്യാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1 1ൽ താഴെ ആവാം. ഓർ ഇങ്ങനെയും വായിക്കണം, നമ്മൾ ഇതിനെ ഇങ്ങനെയും വായിക്കണം. പ്രോബബിലിറ്റി ഓഫ് എ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ലെസ് ദാനും ഗ്രേറ്റർ ദാനും വായിക്കാൻ അറിയാലോ അല്ലേ? മൗത്ത് ഇങ്ങനെ വൈഡൻഡ് ആയിട്ടിരിക്കുന്നത് ഗ്രേറ്റർ, മൗത്ത് ഇങ്ങനെ ഷാർപ്പൻ ചെയ്ത് നിൽക്കുന്നത് ലെസ് ദാൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് എയുടെ ഇവിടുന്ന് ഇങ്ങനെ കൂർത്തിട്ടാണ് ഇവിടെ അല്ലേ, ഷാർപ്പൻ ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇവിടുന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ചുരുക്കി പറഞ്ഞാൽ പ്രോബബിലിറ്റിയുടെ ഉത്തരം കിട്ടുമ്പോൾ ഒന്നുകിൽ അത് 1 1ൽ താഴെ ആയിരിക്കും, അല്ലെങ്കിൽ 0 മുകളിലും ആയിരിക്കും. ഇതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇത് പോവില്ല. ഓക്കെ, അപ്പം ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സെറ്റ് എടുക്കാം. നിങ്ങൾ ഡയഗ്രാം ഒക്കെ പഠിച്ചോ, അതിന് ശേഷമാണ് പ്രോബബിലിറ്റി പൊതുവെ പഠിക്കാം. പക്ഷെ നിങ്ങൾക്ക് അറിയാം, +2 നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊരു വെൻ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.4 ആണ്. അപ്പോൾ ഈ എയുടെ പ്രോബബിലിറ്റി എത്രയാണ്? 0.4 ആണ്. സോ ഈ ഏരിയ നോട്ട് പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ്, എ കോംപ്ലിമെന്റ്, അതായത് നോട്ട് പ്രോബബിലിറ്റി ഓഫ് സക്സസും പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറും. ഓക്കെ, ഒരു ക്ലാസ്സിൽ ജയിക്കാനുള്ള കുട്ടികളുടെ പ്രോബബിലിറ്റി 0.4 ആണ്. അങ്ങനെയാണെങ്കിൽ തോൽക്കുന്ന കുട്ടികളുടെ പ്രോബബിലിറ്റി എന്താ? മൊത്തം പ്രോബബിലിറ്റി 1 അല്ലേ ആവാൻ പാടുള്ളൂ. അതിലെ 0.4 ജയിച്ചില്ലേ, അപ്പോൾ ഈ പുറത്ത് കിടക്കുന്ന കുട്ടികളൊക്കെ തോറ്റവരല്ലേ, അവരുടെ പ്രോബബിലിറ്റി എത്രയാ? 0.6. എങ്ങനെയാ കിട്ടിയേ? 1 മൈനസ് 0.4 is equal to 0.6. ഓക്കെ, സോ അടുത്തൊരു റൂളാണ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ജയിക്കാൻ പ്രോബബിലിറ്റി ഓഫ് എ, അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് നോക്കിക്കോളൂ, നമ്മൾ ഒരു മാത്സ് ടെസ്റ്റ് നടത്തി, അതിൽ ജയിക്കുന്നവരുടെ പ്രോബബിലിറ്റി 6.60 ആണ്. പാസിംഗ് എക്സാം പാസ്സാവുന്നത് 0.6 ആണ് പ്രോബബിലിറ്റി. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് നോട്ട് പാസിംഗ് ദി എക്സാം? എത്രയായിരിക്കും? 1 minus 0.6 is equal to 0.4. ക്ലിയർ ആണോ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റും തമ്മിൽ എന്താ റിലേഷൻ?
1 minus probability of A is probability of A complement എന്നാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അത് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി പ്രോബബിലിറ്റി ഓഫ് എയും പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റും ആയിക്കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി? 1 ആണെന്ന് മനസ്സിലായി അല്ലെ? ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്ലസ് ആവില്ലേ? അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ്. ഓക്കെ. ഇനി ചോദിക്കാം കേട്ടോ, ഞാൻ ഒരു ഡൈസ് അതിൽ എത്ര അക്കങ്ങൾ ഉണ്ടാവും? 1 ഉണ്ടാവാം, 2 ഉണ്ടാവാം, 3 ഉണ്ടാവാം, 4 ഉണ്ടാവാം, 5 ഉണ്ടാവാം, 6 ഉണ്ടാവാം അല്ലെ? ഈ ഒരു ഡൈസിന്റെ ഔട്ട്കം എന്താ? തിയറി ചോദിക്കും അല്ലെ? പ്രോബബിലിറ്റിയുടെ ചില ടേംസും കൂടി ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഔട്ട്കം? ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ആണ് എന്ത്? ഔട്ട്കം. നമ്മൾ ഇത് കുലുക്കി ഇട്ടു ഡൈസ്, എന്തുണ്ടാവാം? 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. സോ ദീസ് ആർ നോൺ ആസ് ദി ഔട്ട്കംസ്. ഇതിനെയാണ് എന്ത് പറയാ? ഔട്ട്കംസ് എന്ന് പറയാം. ഓക്കെ. എക്സാമ്പിൾ ഒക്കെ എഴുതുക എക്സാമിന്. സാമ്പിൾ സ്പേസ് എന്താ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. തിയറി എന്താണ് സാമ്പിൾ സ്പേസ്? ഒരിക്കലും നമ്മുടെ ഉത്തരം 1ന്റെ അപ്പുറത്തേക്ക് പോവില്ല ഡൈസ് എറിയുമ്പോൾ. അപ്പൊ അതൊരു ബോക്സിൽ ഈ 1 തൊട്ടിട്ട് 6 വരെ ഉള്ളത് ഒരു ലിമിറ്റ് ചെയ്യും. 1ന്ന് അപ്പുറത്തേക്കും ഇല്ല, 6ന്ന് അപ്പുറത്തേക്കും ഇല്ല. സോ ദിസ് ഈസ് നോൺ ആസ് സാമ്പിൾ സ്പേസ്. നമ്മുടെ ഉത്തരം ഇതിൽ കിടന്ന് വട്ടം കറയും ഇതിന്റെ ഉള്ളിൽ. സോ ദാറ്റ് ഈസ് നോൺ ആസ് സാമ്പിൾ സ്പേസ് എന്നുള്ളതാണ്. ഇനി എന്താണ് ഈവന്റ്? ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ്. സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചോദിക്കുകയാണ്, ഒരു ഡൈസ് ത്രോ ചെയ്തു, 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 എത്രയാണ്? അപ്പൊ നമുക്ക് പ്രോബബിലിറ്റിയുടെ ഫോർമുല എഴുതാം. സക്സസ് ഇതിൽ ഒരു 3 അല്ലേ ഉള്ളൂ. ഓക്കെ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 എന്താണ്? 1 ആണ്. ഇതിൽ ടോട്ടൽ എത്ര ഇതുണ്ട്? 6 ഉണ്ട്. സോ 1/6. ഓക്കെ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൻ നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര? ഈവൻ നമ്പേഴ്സ് ഇതിൽ ഏതാണ്? 2, 4, 6 അല്ലെ? അപ്പൊ പ്രോബബിലിറ്റി എത്രയാ? 3 എണ്ണം. ടോട്ടൽ എത്രയുണ്ട്? 6 ഉണ്ട്. ക്ലിയർ ആയോ? സോ ഈവന്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഈവന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി നമ്മളൊന്ന് പഠിച്ചു വെക്കണ്ടേ? പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത് എ ഓർ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. ഓക്കെ. ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇനി ടൈപ്സ് ഓഫ് ഈവൻസ്. പല ടൈപ്സ് ഓഫ് ഈവൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഈവൻസ്. അതിൽ ഒന്ന് ഇംപോസിബിൾ ഈവന്റ്. നടക്കില്ല, ഉറപ്പാണ്. ഇംപോസിബിൾ ഈവന്റ് 0 പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അനദർ വൺ ഇസ് ഷുവർ ഈവന്റ്. ഉറപ്പാണ്, അത് കിട്ടും, അത് സംഭവിക്കും, അത് ഉറപ്പാണ്.
100% ഉറപ്പാണ്. കാരണം ഇടിയും ഇതിങ്ങനെ ഇടിയൊക്കെ വെട്ടി മേഘങ്ങളൊക്കെ ഇങ്ങനെ കറുത്തു ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പറയാലോ മഴ പെയ്യും. ഇറ്റ്സ് എ ഷുവർ ഇവന്റ്. മറ്റേതിനാണ് സംശയമുള്ളത്. കുറച്ച് മൂടിയൊന്നും നിൽക്കണില്ല, പക്ഷെ ഇന്നലെ മഴ പെയ്തിരുന്നു, മിഞ്ഞാന്നൊന്ന് ചാറി, അപ്പോഴാണ് സംശയം വരുന്നുള്ളൂ. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവന്റ്. എന്താ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവന്റ്? ഒരു ഈവന്റ് നടന്നാൽ മറ്റേ ഈവന്റ് നടക്കാനുള്ള ഒരു സാധ്യതയില്ല. ഹെഡ് ആൻഡ് ടെയിൽ ഓർത്താൽ മതി. കോയിന്റെ ഹെഡ് വീഴാണ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ ടെയിലിന് വീഴാനുള്ള ഒരു ഇതില്ല, അവിടെ ചാൻസ് ഇല്ല. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയാ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവന്റ് എന്നുള്ളതാണ് പറയാ. ഓക്കെ, ഇനി ഒരു സാമ്പിൾ സ്പേസ് എയർ ഷോ, അതിൽ E1 E2 കുറെ ഇവന്റുകൾ ഉണ്ട്. E2 E3 E4 E5 ഇങ്ങനെ ഉണ്ട്. ഇതിൽ അറ്റ്ലീസ്റ്റ് ഡൈസിന്റെ കാര്യം എടുത്തോളൂ. 1 വീഴാം, 2 വീഴാം, 3 വീഴാം, 4 വീഴാം, 5 വീഴാം, 6 ഒക്കെ വീഴാം. ഇതിൽ അറ്റ്ലീസ്റ്റ് 1 ഷുവർ ഇവന്റ് ഇല്ലേ? 1 ഓഫ് ദം ഈസ് ഷുവർ ടു ഹാപ്പൻ. ഇട്ട് കഴിഞ്ഞാൽ വെറുതെ നിൽക്കില്ലല്ലോ, ഒന്നെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ വീഴില്ലേ? അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം ഈസ് ഷുവർ ടു ഹാപ്പൻ. അപ്പോൾ അതിനെ എന്തു പറയും? സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തു പറയാ? എക്സോസ്റ്റീവ് ഈവന്റ്സ് എന്നാണ് പറയാ. അതിനെ പറയുന്ന പേരാണ് എക്സോസ്റ്റീവ് ഈവന്റ്സ് എന്നാണ് അതിനെ പറയാം. ക്ലിയർ ആണോ? ഓക്കെ, ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി. എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി? ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതായത് ഒരു ബോക്സ്, ഓക്കെ, അതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ യെല്ലോ സ്റ്റിക്കുകൾ ഉണ്ട്. അതിൽ നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ഗ്രീൻ സ്റ്റിക്കുകൾ ഉണ്ട്. ഓക്കെ, ഇനി ഒരു വട്ടം ഒന്ന് എടുക്കാൻ പറഞ്ഞു, ഇതിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു. ആ എടുത്തപ്പോൾ ഒരു സ്റ്റിക്ക് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈ സ്റ്റിക്കിന് തിരിച്ച് ആ ബോക്സിൽ ഇടാൻ പാടില്ല. വൺസ് യു ടേക്ക് ദ സ്റ്റിക്ക് ഔട്ട്, ഇപ്പൊ നമ്മൾ ഒരു സ്റ്റിക്ക് പുറത്തേക്ക് എടുത്തു. ഓക്കെ, പുറത്തേക്ക് എടുത്തു വെച്ചു. അപ്പോൾ വാട്ട് ഈസ് ദ അതിന് മുമ്പ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ സ്റ്റിക്ക്? 3/7. ഗ്രീൻ സ്റ്റിക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് ചോദിച്ചാൽ, പ്രോബബിലിറ്റി ഓഫ് ഗ്രീൻ സ്റ്റിക്കിന്റെ പ്രോബബിലിറ്റി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 3/7. ഇനി ഒരു സ്റ്റിക്ക് എടുത്തു, പ്രോബബിലിറ്റി ഓഫ് ഗ്രീൻ സ്റ്റിക്ക്. ഈ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിനെ പുറത്തേക്ക് എടുത്തു വെച്ചു. ഇനി അത് തിരിച്ചിവിടെ കൊണ്ടുവന്ന് വെക്കില്ല എന്ന് തീരുമാനിച്ചു. സോ ഇപ്പൊ എന്തായി? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ സ്റ്റിക്ക്. ഇപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ സ്റ്റിക്ക് എത്രയാ? മാറിയില്ലേ? എത്രയാണ്? 2/6. ഇവിടുന്ന് രണ്ടെണ്ണേ ഉള്ളൂ, ഇവിടുന്ന് ഒരെണ്ണം പോയി, 2/6 ആയി. ഓക്കെ, സോ സെക്കൻഡ് ചാൻസ് വന്നപ്പോ മാറി. നോ റീപ്ലേസ്മെന്റ് ആണെങ്കിൽ, റീപ്ലേസ് ചെയ്ത് തിരിച്ച് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിരുന്നെങ്കിൽ മാറില്ലായിരുന്നു. സോ ഒരു പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഈവന്റ് എ given that event B has already occurred is known as already occur ചെയ്തു ഒരു ഇവന്റ്. അപ്പോൾ എന്തായിരിക്കും the probability of occurrence of A? അതാണ് എന്ത്? കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി what is the probability of A given B? Probability of A intersection B divided by probability of B. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഫോർമുല ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ ഫോർമുലയും നമ്മൾ ചെയ്യും. പക്ഷെ ഇതിന്റെ ബേസ് നിങ്ങൾക്ക് മനസ്സിലായോ? സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ്
എന്താണ് പ്രോപ്പർട്ടീസ്? നമ്മൾ മനസ്സിലാക്കിയ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാ പ്രോപ്പർട്ടീസ്? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈവൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സാമ്പിൾ സ്പേസ് അല്ലേ? ഓക്കെ, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ എന്നുള്ളത് അല്ലേ? ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചത് ഷുവർ ഈവൻറ്റിന്റെ പ്രോബബിലിറ്റി എന്താണ്? 1 ആണ്. ഓക്കെ, പിന്നെ വിൽ നോട്ട് ഒക്കർ എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി എന്താണ്? 0 ആണ്. ഇതൊക്കെയല്ലേ നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഈവൻസുകളും പഠിച്ചു അല്ലേ? അപ്പൊ ഇനി അടുത്ത ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? 2-3 പ്രോബ്ലംസ് നോക്കിയേക്കണം. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോബബിലിറ്റിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പൊ ഇതുവരെ മനസ്സിലായി, ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം ചെയ്യാനും പറ്റും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടുവോ? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇനി നിങ്ങൾക്ക് ഒരു സ്വപ്നം ആവരുത്. ക്ലിയർ ആയിട്ട് അതിന്റെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ എൻ്റെ കൂടെ ഉണ്ടാവുക, മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ഉടനെ തന്നെ ഇപ്പൊ തന്നെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ എന്നാണ് ഞാൻ പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പ്രോബബിലിറ്റി ഇടുക. താങ്ക് യു, ബൈ.